ഗൾഫിൽ മയക്കുമരുന്ന് ലോബി ഇന്നും സജീവമാണ്. പാവപ്പെട്ട ചില മനുഷ്യരാണ് അവരുടെ കെണിയിൽപ്പെടുന്നത്. കുവൈത്തിൽ ജോലി ചെയ്യുന്ന പെരുമ്പാവൂർ സ്വദേശി കബീർ അവരിൽ ഒരാൾ മാത്രമാണ്. നീണ്ട ഒരു വർഷം കുവൈത്ത് സെൻട്രൽ ജയിലിൽ ജീവിക്കേണ്ടി വന്ന കബീർ ആ ദുരിത ജീവിതം ഓർമ്മിച്ചെടുക്കുന്നു. 2013 ഞാൻ കുവൈത്തിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് പെരുമ്പാവൂരിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറമുള്ള ചെമ്പർക്കിയിലുള്ള അൽത്താഫും പോഞ്ഞാശ്ശേരിയിൽ നിന്ന് എൻ്റെ ഒരു ഭാര്യയുടെ ദൂരത്തെ സ്വന്തത്തിൽ റിൻഷാ എന്നൊരു സുഹൃത്തും ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട അവരെ നാട്ടിൽ നിന്ന് അത്ര പരിചയം ഉണ്ടായില്ല. നാട്ടിൽ പോകുമ്പോൾ ഇവർ ഇവിടുന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് ബക്രീദിൻ്റെ ഇറച്ചിയുണ്ട്, അത് ഞങ്ങൾക്ക് കൊണ്ടുവരണം, 5 കിലോത്തോളം വരും, അതിൻ്റെ എത്ര ലഗേജിൻ്റെ ചാർജ് ഒന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാക്സിയുടെ പൈസ എന്തെങ്കിലും ഞങ്ങളിവിടെ തന്നേക്കാം, നീക്കെ കൊണ്ടുവരണമെന്ന് എൻ്റെ അടുത്ത് ഇവിടുന്നേ പറഞ്ഞു വിട്ടായിരുന്നു. ഞാൻ നാട്ടിൽ പോയി 2 മാസം എൻ്റെ വീടിൻ്റെ പണി ലോൺ എടുത്ത് വീടിൻ്റെ പണി നടത്തി എനിക്ക് പെട്ടെന്ന് പണിയെടുക്കുന്ന കാരണം എനിക്ക് സമയം ഉണ്ടായില്ല. അപ്പോൾ ഇവരുടെ ഉമ്മയാണ് എൻ്റെ വീട്ടിൽ ഈ പാർസൽ കൊണ്ടുവന്നത്. മാംസാന്ന് പറഞ്ഞ് 5 കിലോയുടെ ഒരു പാർസൽ കൊണ്ടുവന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. അന്ന് ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എൻ്റെ അയൽവാസിയായ ഒരു സഹോദരി അന്ന് പെട്ടെന്ന് മരിക്കുകയും ചെയ്തു. ഈ മരിക്കുകയും ചെയ്തപ്പോൾ എനിക്കിതൊക്കെ തുറന്നു നോക്കാനുള്ള സമയം ഉണ്ടായില്ല. രാത്രി ഫ്ലൈറ്റും ആയതുകൊണ്ട് ഞാൻ ഈ മരിച്ച വീട്ടിന് മുമ്പ് ഇവിടെ സൂട്ട് കേസ് ഇതൊക്കെയായിട്ട് വരാൻ ബുദ്ധിമുട്ടില്ല എന്നിട്ട് എല്ലാ സാധനങ്ങളും പെട്ടെന്ന് പാക്ക് ചെയ്ത് എൻ്റെ വണ്ടിയിൽ ഞാൻ വരാൻ ഉദ്ദേശിക്കുന്ന വണ്ടിയിൽ കൊണ്ടുപോയി വച്ചിരുന്നു. രാത്രി ഞാൻ അവിടെ നിന്ന് പോന്ന് എയർപോർട്ടിൽ നിന്ന് ബോർഡിംഗ് പാസ് എടുത്ത് അവിടെ തടസ്സമൊന്നും പറഞ്ഞില്ല. അവർ എല്ലാം ചെക്കിങ് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞ് ഇവിടെ കുവൈത്തിൽ വന്ന് ഇറങ്ങുകയും അവർ എയർപോർട്ടിൽ നിന്ന് വെയിറ്റ് ചെയ്യാതെ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ എയർപോർട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ എയർപോർട്ടിലില്ല, ഞങ്ങൾ റൂമിലാണ്, ടാക്സിക്ക് പോരാ, ടാക്സിയുടെ പൈസ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ടാക്സിയുടെ പൈസയില്ല, ഒരു പൈസയിലല്ല നാട്ടിൽ നിന്ന് വന്നാണ്. അപ്പോൾ ടാക്സിക്ക് പോരെന്ന് പറഞ്ഞു ഇവർ. പിന്നെ തുടർന്ന് അവർ വിളിച്ചുകൊണ്ടിരുന്നു, ഫോണിങ്ങനെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നു, എവിടം വരെയായി എവിടം വരെ. കുവൈത്ത് എയർപോർട്ടിൻ്റെ പുറത്തേക്ക് വരുന്ന ഇതിന് മുമ്പ് കുറച്ച് മുമ്പായിട്ട് സിവിൽ ഡ്രസ്സിൽ ഒരു ഉദ്യോഗസ്ഥൻ നിൽക്കുകയും അവരെന്നെ വിളിച്ചിട്ട് നിങ്ങളുടെ ലഗേജ് ഞങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ എൻ്റെ അടുത്ത് തന്നെ അവരൊരു കത്തിയരി അത് ഞാൻ തുറന്നു നോക്കി, പെട്ടി തുറന്നു കളക്കാൻ പറഞ്ഞു, പെട്ടി തുറന്നു. ഒരു 2 പാക്കറ്റ് ഉണ്ണിയപ്പം അതെൻ്റെ സുഹൃത്തിൻ്റെയും ഇവർ തന്ന 5 കിലോൻ്റെ ഒരു പെട്ടിയിലായിരുന്നു. ആ പെട്ടിയിൽ ആ പാർസലെടുത്ത് ടേപ്പ് ഒട്ടിച്ച പാർസലെടുത്ത് തുറന്ന് എൻ്റെ കയ്യിൽ നിന്ന് പതുക്കെ തുറന്നതിന് ശേഷം അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും അതിൻ്റെ സെൻറ്ററിൽ ഒരു ബെഡ്ഷീറ്റിൻ്റെ ഒരു തുണിയിൽ കഞ്ചാവെന്ന് എനിക്കറിയില്ല, അവരത് എടുത്ത് തുറന്നെങ്കിൽ അവർ പുറത്തെടുത്ത് പോലീസുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് മർജുവാന എന്ന് പറഞ്ഞ സാധനമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇല്ല, ഇത് ഉണങ്ങി ഇറച്ചി, അത് അങ്ങനെ ഇരിക്കുന്നു, ഈ തെർത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു തരം പച്ച കളറിൽ. 1 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ബംഗ്ലാദേശിലെ ഒരു സുഹൃത്തിനെ വിളിച്ച് ലൈറ്റർ വെച്ച് കത്തിച്ച് എൻ്റെ അടുത്ത് മൂത്തിന് വളർത്തിക്കൊണ്ട് ഇത് മർജുവാന എന്ന് പറഞ്ഞ സാധനമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് ബംഗാളിൻ്റെ അടുത്ത് മനസ്സിലാക്കി തന്നു കഞ്ചാവാണ് നാട്ടിൽ. അപ്പോൾ ഞാൻ ആകെ പരിഭ്രാന്തമായി. കഞ്ചാവ് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പമെന്നുള്ളത് എനിക്ക് മുമ്പേ അറിയാമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങൾക്ക് ആരെങ്കിലും വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ പോലീസുകാർ ഫോൺ തന്നു അവിടെ നിന്ന് തന്നെ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എന്നെ വിളിച്ചിരുന്നു ആൾ. ഇങ്ങനെ ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ വെളിയിൽ വരുമെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ ഞാൻ വണ്ടി വിളിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നാണ് എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഒരു 10 നിമിഷത്തിന് ശേഷം പിന്നെ എന്നെ വിളിച്ച് പറയുന്നത് ഞാൻ കൊണ്ടുവന്ന പൊതിയിൽ മയക്കുമരുന്നാണ്, എന്നെ പോലീസ് പിടിച്ചൂടെ. ഫോൺ കെട്ടതിന് ശേഷം എന്നെ വേറെ റൂമിലേക്ക് മാറ്റി. ഈ എയർപോർട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, ഇതിൻ്റെ കസ്റ്റംസിൻ്റെ, അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റി എൻ്റെ അടുത്ത് ചോദിച്ചവർ നടന്ന സംഭവം പറയാൻ പറഞ്ഞ് നാട്ടിൽ നിന്ന് നടന്ന സംഭവമൊക്കെ വിരിച്ച് ഇങ്ങനെ കൊടുത്തു അവർക്ക്. അവരതിന് ശേഷം ഈ പാർസലിന് മുമ്പിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് എന്നെ നിർത്തി ഫോട്ടോ എടുത്ത് എൻ്റെ അടുത്ത് എല്ലാ കുറേ പേപ്പറൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. സീൽ വെച്ച് ഒപ്പിടുകയും ഒരു 1.5 മണിക്കൂർ എന്നെ ഒരു ചെറിയൊരു റൂമിൽ സെല്ലിൽ അവിടെ ഇട്ട് 1.5 മണിക്കൂർ ശേഷം വേറെ 3 പോലീസ് ഉദ്യോഗസ്ഥർ യൂണിഫോം ഇട്ടത് വന്ന് എന്നെ സബാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് എന്നെ റിമാൻഡ് ചെയ്തു. അവിടെ വെച്ച് വീണ്ടും ഇവർ ചോദ്യങ്ങൾ ചോദിച്ചു.
ചോദ്യങ്ങൾ വെച്ച് ആർക്ക് വേണ്ടി കൊണ്ട് നിങ്ങളെ എവിടെ ഇത് കച്ചവടം ചെയ്യണം, ആരാ അവിടുന്ന് തന്നുവിട്ട ആൾ, നിങ്ങൾ എന്ത് വിലക്കാതെ വിൽക്കുന്നത്, ആർക്കൊക്കെ സപ്ലൈ ചെയ്യണം, ഇതിൻ്റെ പുറയിലുള്ള ആരൊക്കെയാണെന്ന് ഞാൻ ഇതൊന്നും എനിക്കറിയില്ല. ഇത് ഈ സാധനം എൻ്റെ അടുത്ത് ഇറച്ചിയാന്ന് പറഞ്ഞ് ലഹമ എന്ന് പറഞ്ഞാൽ തന്നേണം, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചോദിക്കണമെങ്കിൽ അവരെ റൂമിലുണ്ടാവും, അവരുടെ അടുത്ത് പോയി ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവരെന്നെ ഓക്കെ നിങ്ങൾ ഒപ്പിടാൻ പറഞ്ഞ് കൈ കൊണ്ട് എല്ലാം ഒപ്പിടിപ്പിച്ച് അവിടെയും പേപ്പർ വാങ്ങിച്ചിട്ട് അവിടെ സെല്ലുണ്ട് ബാക്കിൽ, അതിൻ്റെ ബാക്കിൽ അവിടെ സെല്ലിലേക്ക് മാറ്റി മറ്റുള്ള ആൾക്കാർ എല്ലാം ഇതുപോലത്തെ പ്രതികളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പം നാട്ടിൽ പെട്ടെന്ന് വൈഫിനെ വിളിച്ചിട്ട് കാര്യം പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ബന്ധുക്കളെ വിളിച്ച് ഞാൻ വിവരം പറഞ്ഞു, ഇങ്ങനൊരു കേസിൽ ആളിങ്ങനെ വന്ന് പെട്ടിട്ടുണ്ട്. പിന്നെ പെട്ടെന്നുള്ളൊരു ഷോക്കിൽ ഇത് എന്ത് ചെയ്യും, എങ്ങനെ പോവും, ഇത് എങ്ങനെ അതിൻ്റെ നിയമവശം എന്ന് കുറിച്ച് അറിയില്ലാത്തതിൻ്റെ പോലെ ഞാനിത് കേട്ടതിന് കൂടി പകച്ചു പോയി പെട്ടെന്ന്. 4 പ്രാവശ്യം കോടതി കൊണ്ടുപോകും, 10 ദിവസം കൂടുമ്പോൾ അവിടെ ചോദിക്കുന്ന ഒരേ ചോദ്യം, നിങ്ങളിത് വിൽക്കാനാണോ കൊണ്ടുവന്നത്, നിങ്ങൾ ഉപയോഗിക്കാനോ കൊണ്ടുവന്നത്, ഈ ഒറ്റ ചോദ്യമുള്ളൂ. വേറെ ഒരു മൂന്നാമതൊരു വാക്ക് പറയാൻ നമ്മൾ വിടൂല അവിടെ. ഇതിൻ്റെ നിയമവശം വേണ്ടിയിട്ട് നമ്മൾ വെൽഫെയർ പാർട്ടിയുടെ ഖലീൽ എന്നൊരാളായിട്ട് ബന്ധപ്പെടുകയും പുള്ളി മുഖാന്തരം അബ്ദുൽ അസീസ് സഖാഫി എന്ന ഒരു ഉസ്താദായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടു. അങ്ങനെ ഞങ്ങളൊരു വക്കീലിനെ ഇവിടെ അടുത്ത് കുവൈത്തിൽ അറിയപ്പെടുന്ന ഒരു വക്കീലായിട്ട് സംസാരിച്ചു, കേസിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കീഴ്ക്കോടതിയിലെ ലാസ്റ്റ് കോടതിയിലെ വിധി വന്ന ദിവസം വക്കീൽ വരെ നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ അവർക്ക് തോന്നിയത് ഞാൻ തെറ്റുകാരനെന്നുള്ളതിൽ എനിക്ക് 15 വർഷം ശിക്ഷയും 10,000 ദിനാറും കറാമയും വന്നു, ഫൈനും ഇതിൽ എനിക്ക് തന്നു. അത് നാട്ടുകാർ ഇത് അറിഞ്ഞതിന് ശേഷം നാട്ടുകാർ മൊത്തമായി ഞങ്ങളുടെ നാട് മൊത്തം ഇതിന് ശരിയായ രീതിയിൽ പ്രവർത്തിച്ചു, പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ നാട്ടിലിത് 900 ഗ്രാം ആയതിൻ്റെ പേരിൽ അത് അവർക്ക് ഒരു റിമാൻഡ് ചെയ്യാനുള്ളൊരു നിയമവശം ഇല്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ഫാദറിൻ്റെ സുഹൃത്തിന് വീട്ടിൽ നിന്ന് കോള് വന്നു. അവൻ്റെ സഹോദരി പറഞ്ഞിങ്ങനെ കബീർ ഖാൻ ഇങ്ങനെ മേൽക്കോടതി വെറുതെ വിട്ടതായിട്ട് മീഡിയ 1 ന്യൂസ് ചാനലിൽ എഴുതി, ഫ്ലാഷ് ന്യൂസായിട്ട് എഴുതി കാണിക്കുന്നതെന്ന് പറഞ്ഞാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആദ്യം വന്ന് പറഞ്ഞത്. എൻ്റെ അടുത്ത് ഞാൻ അവർക്കൊരു ചതിയ ഒരു ഉപദ്രവം ഇതുവരെയും ചെയ്യുമോ ഞാൻ അങ്ങനെ വിചാരിക്കുന്ന ആൾ പോലുമില്ല. അങ്ങനെയുള്ള ആൾ എന്നെ ഇങ്ങനെ ചതിക്കുകയും ചെയ്ത അവർക്ക് ഇനിയൊരാൾ എന്നെപ്പോലെ എൻ്റെ ഇപ്പോൾ ഏതോ പടച്ചോൻ്റെ പുണ്യത്തിൽ ഞാൻ പുറത്തു വന്നു, ഇനിയൊരാൾ അവരുടെ ജീവിതത്തിൽ ചെയ്യാതിരിക്കുകയായിരുന്നു. ഇതൊരു കൊടും ചതി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ കൊല്ലുന്നതിനേക്കാളും വലിയൊരു ചതി അവർ ചെയ്തത്. വീക്കെൻഡ് അറേബ്യയിൽ ചെറിയൊരു ഇടവേള.